നമസ്കാരം. ബസ്സിൽ യാത്രക്കാരൻ വായിൽ കടിച്ചു പിടിച്ചു നൽകിയ ടിക്കറ്റ് തുക വാങ്ങാൻ വനിതാ കണ്ടക്ടർ വിസമ്മതിച്ചതിനെ തുടർന്ന് സ്റ്റാൻഡിൽ നാടകീയമായ രംഗങ്ങളായിരുന്നു ഉണ്ടായത്. തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനൊടുവിൽ മനം നൊന്ത് വനിതാ കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയതോടെ KSRTC ബസ്സിന്റെ ട്രിപ്പ് തടസ്സപ്പെട്ടു. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് കൂത്താട്ടുകുളം സ്റ്റാൻഡിലെത്തിയ പ്രിയദർശിനി ഓർഡിനറി ബസ്സിലാണ് സംഭവമുണ്ടായത്. യാത്രക്കാരൻ വൃത്തിഹീനമായ രീതിയിൽ നോട്ട് വായിൽ കടിച്ചു പിടിച്ച ശേഷം കണ്ടക്ടർക്ക് നേരെ നീട്ടുകയായിരുന്നു. എന്നാൽ ആരോഗ്യപരമായ ശുചിത്വം മുൻനിർത്തി ഈ നോട്ട് വാങ്ങാൻ വനിതാ കണ്ടക്ടർ തയ്യാറായില്ല. ഇതോടെ ഇരുവരും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് മാനസികമായി പ്രയാസത്തിലായ വനിതാ കണ്ടക്ടർ ജോലി തുടരാനാകാതെ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ബസ്സിൽ നിന്നിറങ്ങിയ കണ്ടക്ടർ ഉടൻ തന്നെ യൂണിറ്റ് ഇൻസ്പെക്ടറെ കണ്ട് വിഷയം ധരിപ്പിച്ചു. തുടർന്ന് കൂത്താട്ടുകുളം പോലീസിൽ വിവരമറിയിച്ച ശേഷം ഇവർ ചികിത്സയ്ക്കായി കൂത്താട്ടുകുളം സർക്കാർ ആശുപത്രിയിലേക്ക് പോയി. സംഭവമറിഞ്ഞ് പോലീസ് സംഘം ബസ് സ്റ്റാൻഡിലെത്തി പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തു. ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം സ്റ്റാൻഡിൽ തിരിച്ചെത്തിയ കണ്ടക്ടർ ഉണ്ടായ സംഭവം മൂലം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും ജോലി തുടരാൻ കഴിയില്ലെന്നും യൂണിറ്റ് ഇൻസ്പെക്ടർ രോഹിണിയെ അറിയിച്ചു. തുടർന്ന് ആശുപത്രിയിൽ നിന്നുള്ള OP ടിക്കറ്റും അവധി അപേക്ഷയും അധികൃതർക്ക് കൈമാറി. ഇവർ വീട്ടിലേക്ക് മടങ്ങി. കണ്ടക്ടർ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ ഡ്രൈവറും യാത്രക്കാരും ഏറെ നേരം ബസ്സിൽ കാത്തുനിന്നെങ്കിലും യാത്ര തുടരാൻ കഴിഞ്ഞില്ല. മൂവാറ്റുപുഴ ഡിപ്പോയിൽ വിവരമറിയിച്ചെങ്കിലും പെട്ടെന്ന് പകരം കണ്ടക്ടറെ ക്രമീകരിക്കാൻ കഴിയാതിരുന്നതോടെ പ്രിയദർശിനി ബസ് ട്രിപ്പ് മുടങ്ങി കൂത്താട്ടുകുളം സ്റ്റാൻഡിൽ തന്നെ കിടക്കേണ്ട അവസ്ഥ വരികയായിരുന്നു. അതേസമയം UDF സർക്കാർ നടപ്പിലാക്കിയ പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതി ഉടൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ സ്വദേശിയായ ബസ് ഉടമ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ സമീപിച്ചു. ഹർജി CCI ഫയലിൽ സ്വീകരിച്ചു. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റും ബസ് ഉടമകളുടെ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റുമായ ബിബിൻ T. ആലപ്പാട്ടാണ് ഹർജി നൽകിയത്. KSRTC ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയത് വിപണിയിലെ തുല്യ മത്സര സാഹചര്യത്തിന് വിരുദ്ധമാണെന്നും സ്വകാര്യ ബസ്സുകളുടെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിച്ചെന്നുമാണ് ഹർജിയിലെ പ്രധാന വാദം. സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇതിനകം 750ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവച്ചതായും ആയിരക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളതെന്നും ഹർജിക്കാരൻ വ്യക്തമാക്കുന്നു. പണിയിലെ തുല്യ മത്സര സാഹചര്യമെന്ന സാമാന്യ നീതിക്ക് വിരുദ്ധമാണ് സർക്കാർ പദ്ധതി. ഇത് നടപ്പിലാക്കിയതോടെ പ്രൈവറ്റ് സ്റ്റേജ് കാരിയേഴ്സിൽ നിന്ന് വലിയ തോതിൽ സ്ത്രീ യാത്രക്കാർ KSRTCയിലേക്ക് യാത്ര മാറ്റി. യാത്ര സൗജന്യമാണ് എന്ന ഏക കാരണത്താലാണ് അവർ KSRTCയിലേക്ക് മാറിയത്. അതുമൂലം സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തിൽ വലിയ നഷ്ടമാണ് സംഭവിച്ചത്. ബസ് സർവീസ് നടത്തുകയെന്നത് സാമ്പത്തികമായി ലാഭകരമല്ലാതെയായി. നഷ്ടം മൂലം ഇതിനോടകം 750 സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തി. കൂടുതൽ ബസ്സുകൾ സർവീസ് അവസാനിപ്പിക്കുന്നതിന്റെ വക്കിലാണ്.